ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LDC അതുപോലെ LGS തുടങ്ങിയ എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്ന പ്രധാന ഉദ്ധരണികൾ അല്ലെങ്കിൽ കൊട്ടേഷൻസ് അല്ലെങ്കിൽ മഹത് വചനങ്ങൾ എന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ട് PSC പരീക്ഷകളിൽ ഇതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ പരീക്ഷകൾക്കും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. അപ്പം ലൂയി 14 വാക്കുകളാണ്. ഞാനാണ് രാഷ്ട്രം എന്നത് ലൂയി 14 വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം എന്നത് ലൂയി 15 വാക്കുകളാണ്. അപ്പം ലൂയി 15 പറഞ്ഞത് എനിക്ക് ശേഷം പ്രളയം. ഇനി നമ്മൾ പറഞ്ഞു ലൂയി 14 വാക്കുകൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണിയാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്നത് ആരുടെ വാക്കുകളാണ്? ലൂയി 15 വാക്കുകളാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഇത് റൂസോയുടെ വാക്കുകളാണ്. അപ്പം റൂസോ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഇത് റൂസോയുടെ വാക്കുകളാണ്. റൂസോയാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത് നോക്കിയേ, മനുഷ്യൻ്റെ പിതാവാണ് ശിശു. മനുഷ്യൻ്റെ പിതാവാണ് ശിശു എന്ന് പറഞ്ഞത് വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ വാക്കുകളാണ്. മനുഷ്യൻ്റെ പിതാവാണ് ശിശു. മനുഷ്യൻ്റെ പിതാവാണ് ശിശു എന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രധാന ഉദ്ധരണിയാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം സമ്മാനിക്കാം. ഇത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണ്. അപ്പം നെപ്പോളിയൻ്റെ വാക്കുകളാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം സമ്മാനിക്കാം. അപ്പോൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം സമ്മാനിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഒരു അടിമയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പറഞ്ഞത് എബ്രഹാം ലിങ്കണാണ്. അപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ എന്താണ്? ഒരു അടിമയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു അടിമയായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ എബ്രഹാം ലിങ്കണാണ്. ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു, ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? ഇത് ഒളിവർ ഗോൾഡ് സ്മിത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഒളിവർ ഗോൾഡ് സ്മിത്തിൻ്റെ വാക്കുകൾ എന്താണ്? അദ്ദേഹം പറഞ്ഞത് ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു. അപ്പം നമ്മൾ ഗോൾഡ് കൂടുമ്പോൾ ധനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ഗോൾഡൊക്കെ വാങ്ങത്തില്ലേ? അപ്പോൾ ഗോൾഡ് കൂടുമ്പോൾ ഇങ്ങനെ എന്താണ്? മനുഷ്യൻ്റെ അഹങ്കാരം കൂടും, മനുഷ്യൻ്റെ സ്വഭാവം എന്ത് ചെയ്യും? ദുഷിക്കും. അപ്പോൾ ഗോൾഡ് സ്മിത്താണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഒളിവർ ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് കൂടുന്തോറും മനുഷ്യൻ്റെ സ്വഭാവം ദുഷിക്കുന്നു അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ എന്തെയും തള്ളിമാറ്റാം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ആർക്കിമിഡീസാണ്. അപ്പോൾ നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ, നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ തള്ളിമാറ്റാം എന്ന് പറഞ്ഞത് ആർക്കിമിഡീസാണ്. ആർക്കിമിഡീസിൻ്റെ വാക്കുകളാണിത്. ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു. ഇതാരുടെ വാക്കുകളാ? ഇത് ബൈറൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് പറഞ്ഞത് ബൈറൺ പ്രഭുവാണ്. ഇങ്ങനെ പറഞ്ഞത്.
സൗന്ദര്യമുള്ളതെല്ലാം ആനന്ദദായകം. ഇതാരുടെ വാക്കുകളാണ്? ഇത് കീറ്റ്സിൻ്റെ വാക്കുകളാണ്. സൗന്ദര്യമുള്ളതെല്ലാം ആനന്ദദായകം എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. സൗന്ദര്യമുള്ളതെല്ലാം ആനന്ദദായകം എന്നതാരുടെ വാക്കുകളാണ്? അത് കീറ്റ്സിൻ്റെ വാക്കുകളാണ്. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാവും. ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പം ടാഗോർ പറഞ്ഞത് എന്താണ്? എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ, എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ എന്ത് ചെയ്യും? അവിടെ ശിരസ് ഉന്നതമാവും. അവിടെ ശിരസ് ഉന്നതമാവും. ഇങ്ങനെ പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. കേട്ട ഗാനം മധുരം, കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം അതിമധുരം. അപ്പം കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം അതിമധുരം. ഇത് പറഞ്ഞത് കീറ്റ്സ് ആണ്. അപ്പോൾ കീറ്റ്സിൻ്റെ വാക്കുകളാണ്. എന്താണ്? കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം അതിമധുരം എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് DS കോത്താരിയുടെ വാക്കുകളാണ്. നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ DS കോത്താരി പറഞ്ഞ വാക്കുകളാണ് എന്ത്? ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? DS കോത്താരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരി. DS കോത്താരി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ എന്താണ്? എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണിത്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം, എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസൺ ആണ്. അപ്പോൾ വുഡ്രോ വിൽസൻ്റെ വാക്കുകളാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം. ഇത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വുഡ്രോ വിൽസൺ പറഞ്ഞ വാക്കുകളാണിത്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് വുഡ്രോ വിൽസൺ ആണ്. ഇനി വരും തലമുറ എന്നെ ഓർക്കുന്നത് എൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും. വരും തലമുറ എന്നെ ഓർക്കുന്നത് എൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പം നെപ്പോളിയൻ്റെ വാക്കുകൾ എന്താണ്? വരും തലമുറ എന്നെ ഓർക്കുന്നത് എൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. നെപ്പോളിയൻ്റെ വാക്കുകളാണിത്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. അപ്പോൾ ആരൊക്കെ തമ്മിലാ? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. അപ്പോൾ റൂസോയുടെ വാക്കുകൾ എന്താണ്? റൂസോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് നമ്മുടെ റൂസോയാണ്. ഒഴിഞ്ഞ പാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു. എന്താണ്? ഒഴിഞ്ഞ പാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ എന്താണ്? ഷേക്സ്പിയർ പറഞ്ഞു ഒഴിഞ്ഞ പാത്രങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ്. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ. മനുഷ്യനെ മയക്കുന്ന
കറുപ്പാണ് മതങ്ങൾ എന്ന് പറഞ്ഞത് മാക്സ് ആണ്, കാറൽ മാക്സ് ആണ്. അപ്പോൾ കാറൽ മാക്സിൻ്റെ വാക്കുകൾ എന്താണ്? മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ. അപ്പോൾ ഈ കാറലിൻ്റെ കറുപ്പ് ഇവിടെയുണ്ട്, കറുപ്പ് കാറൽ മാക്സ്. മതങ്ങളിൽ മാക്സ് കിട്ടും. അപ്പോൾ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ എന്ന് പറഞ്ഞത് കാറൽ മാക്സ് ആണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കും. ഇതാരുടെ വാക്കുകളാ? ഇത് പറഞ്ഞത് നമ്മുടെ ബാലഗംഗാധര തിലകനാണ്. അപ്പോൾ ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്. എന്താണ്? PSC ഒരുപാട് ആവർത്തിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനിത് നേടിയെടുക്കും. ഇത് ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്. ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്നുകൂടിയുണ്ടേ. ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ് എന്ത്? ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. ഇപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ് ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ്. അസാധ്യമെന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല, അസാധ്യമെന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല. ഇത് ആരുടെ വാക്കുകളാ? ഇത് നെപ്പോളിയൻ്റെ വാക്കുകളാണ്. അപ്പം നെപ്പോളിയൻ്റെ വാക്കുകൾ എന്താണ്? അസാധ്യമെന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നെപ്പോളിയനാണ്. നെപ്പോളിയൻ പറഞ്ഞു അസാധ്യമെന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല. അപ്പോൾ ഈ PSC പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് വയ്ക്കുക, മനസ്സിലെപ്പോഴും കുറിക്കുക. ഓരോ വിഷയം പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാലോചിക്കുക, അസാധ്യമെന്നൊന്നത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം? PSC പരീക്ഷ എഴുതാൻ പോകണം. അപ്പം നമുക്കെന്ത്? അത് സാധ്യമാകും. അപ്പോൾ അസാധ്യമെന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയനാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ആരെപ്പോലെ ആവണം? നെപ്പോളിയനെ പോലെ ആകണം. ലോകമെന്നുള്ളത് ഒരു സ്റ്റേജും ഓരോ വ്യക്തിയും അതിലെ കഥാപാത്രങ്ങളുമാണ്. ലോകം എന്നത് എന്താണ്? ലോകമെന്നുള്ളത് ഒരു സ്റ്റേജും ഓരോ വ്യക്തിയും അതിലെ കഥാപാത്രങ്ങളുമാണ് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ് എന്ത്? ലോകം എന്നത് ഒരു സ്റ്റേജും, നമ്മുടെ ലോകം എന്നുള്ളത് ഒരു സ്റ്റേജാണ്, ഓരോ വ്യക്തിയും അതിലെ കഥാപാത്രങ്ങളാണ്. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണ്. വില്യം ഷേക്സ്പിയർ പറഞ്ഞതാണ് ഈ വാക്കുകൾ. വേദങ്ങളിലേക്ക് മടങ്ങുക, വേദങ്ങളിലേക്ക് മടങ്ങുക. ഇത് ദയാനന്ദ സരസ്വതിയുടെ വാക്കുകളാണ്. ഇതും PSC ഒരുപാട് തവണ ചോദിച്ച് മടുത്തൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങുക, ദയാനന്ദ സരസ്വതി. അതുപോലെ ഗീതയിലേക്ക് മടങ്ങുക, ഇത് വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ദയാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്തപ്പോൾ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? വിവേകാനന്ദനാണ്. ഇനി യുറേക്ക 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 എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയത് ആരാ? ആർക്കിമിഡീസ് ആണ്. അപ്പം ആർക്കിമിഡീസിൻ്റെ വാക്കുകളാണ് യുറേക്ക യുറേക്ക എന്നത് ആർക്കിമിഡീസിൻ്റെ വാക്കുകളാണ്. 100 വയനാട്. ഇപ്പം എല്ലാം വയനാട് മയമല്ലേ, അതുകൊണ്ട് വയനാടല്ല കേട്ടോ. 100 ബയനറ്റുകളേക്കാൾ 100 ബയനറ്റ് 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. ഇങ്ങനെ പറഞ്ഞതാരാണ്? നമ്മുടെ നെപ്പോളിയനാണ്. അപ്പം നെപ്പോളിയൻ്റെ വാക്കുകളാണ്. നെപ്പോളിയനെക്കുറിച്ച് നമ്മൾ 2-3 സ്ഥലത്ത് പറഞ്ഞായിരുന്നു. 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞതാരാണ്? നെപ്പോളിയനാണ്. നെപ്പോളിയൻ്റെ വാക്കുകളാണിത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ്, വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞു വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ നെപ്പോളിയൻ പറഞ്ഞത് എന്താണ്? 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് എന്ത്?
100 ബായനറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ നെപ്പോളിയനാണ്. എന്നാൽ വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാന ഉദ്ധരണികളിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും 1-2 പ്രാവശ്യം ക്ലാസ് കേട്ട് നോട്ട് എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്